ഇന്ന് ഡേ 5 ഓഫ് ഡബിൾ എ ക്ലാസ് ആണ്. ഫൈനലി ഇന്ന് ലക്ഷ്യയിലെത്തിട്ട് ഇപ്പോൾ കറന്റ് ക്ലാസ് പോകുന്നത് 3 ഡേയ്സ് ക്ലാസ് 3 ഡേയ്സ് ലീവ് എന്നാണ്. ആദ്യത്തെ ഒരു സ്ട്രെച്ച് മാത്രം 4 ക്ലാസ് എടുത്തു. പിന്നീട് 3 ക്ലാസ് വീതമാണ് നമുക്ക് പോകുന്നത്. സാറ് ഇവിടെയും വേറൊരു സ്ഥലത്തും കൂടി ക്ലാസ് എടുക്കുന്ന കാരണം സാർക്ക് 3 ദിവസം ഇവിടെയും 3 ദിവസം വേറെ ജില്ലയിലുമാണ് ക്ലാസ് എടുക്കുന്നത്. യൂഷ്വൽ ലക്ഷ്യയിലുള്ള മിക്ക സാറുകളും ഇങ്ങ് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. ഇപ്പൊ കറന്റ്ലി ഡബിൾ എ ക്ലാസിന്റെ ടോപ്പിക്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റത്തെ പ്രൊസീജിയർ ടോട്ടൽ 7 പ്രൊസീജിയേഴ്സ് ആണ് നമുക്ക് ടോട്ടൽ ഡബിൾ എക്ക് ഉള്ളത്. ഓഡിറ്റ് ആൻഡ് അഷുറൻസ് പറയുന്ന ടോപ്പിക് പേപ്പറിന് അതിൽ ആദ്യത്തെ പ്രൊസീജിയറായ എൻഗേജ്മെന്റ് ആൻഡ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ പ്ലാനിങ് 50% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ വേഗം വേഗം എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പ്രാക്ടീസിലോട്ട് കടക്കാനാണ് വേഗം പോകുന്നത്. നിങ്ങൾ ഏത് പേപ്പറാണ് ഈ അറ്റംപ്റ്റിൽ എടുക്കുന്നതെന്ന് കമന്റ് ചെയ്യുക. 2-3 പേര് മെസ്സേജ് ഉണ്ടായിരുന്നു എക്സാം ബുക്ക് ചെയ്യുന്നതിന്റെ കാര്യം ഡൗട്ട് ചോദിച്ചിട്ട്. ചില ആൾക്കാരുടെ FR പേപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ എന്തായാലും കൺസിഡറേഷനിൽ എടുക്കേണ്ട ഒരു കാര്യം, എക്സാം ബുക്ക് ചെയ്യുന്ന ഡേറ്റ് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾ ആരും എക്സാം ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ബുക്ക് ചെയ്യാൻ നോക്കുക. ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല, കാരണം GBPയുടെ റേറ്റ് ഇപ്പം മാറി കളിക്കുന്നുണ്ട്. ഇന്നും വൈകുന്നേരം നാളെയായിട്ട് എക്സാം ബുക്ക് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും മാക്സിമം നേരത്തെ തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം GBPയുടെ റേറ്റ് കൂടിക്കൊണ്ടേയിരിക്കുന്നത്, ഒരിക്കലും കുറയുന്ന തോന്നുന്നില്ല. ഇപ്പോൾ കറന്റ്ലി GBPയുടെ റേറ്റ് പറയുകയാണെങ്കിൽ 120യുടെ അടുത്തോളം ആയിട്ടുണ്ട്. 118 120യുടെ ഇടയിലാണ് നിൽക്കുന്നത്. എന്തായാലും എക്സാം ബുക്ക് ചെയ്യുമ്പോഴേക്കും 17,500ന്റെ ആ ഒരു അടുത്താവും എല്ലാവരുടെയും എമൗണ്ട്. ട്രാൻസാക്ഷൻ ഫീ, ബാങ്ക് ചാർജ് കൂട്ടിയിട്ട് ഒരു എമൗണ്ട് വരുന്നത്. എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ അറ്റംപ്റ്റ് ടാക്സ് ആയിരുന്നു. ടാക്സിൽ വലിയ കോൺഫിഡൻസ് ഇല്ല. ഞാൻ ടാക്സ് വീണ്ടും നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഏത് പേപ്പറാണ് കഴിഞ്ഞ അറ്റംപ്റ്റ് കൊടുത്തതെന്നും കമന്റ് ചെയ്യുക. എന്തായാലും റിസൾട്ട് എന്തായാലും ഒക്ടോബർ 14 ആകുമ്പോഴേക്കും വരും. മറ്റൊരു